Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ കേരള PSC നടത്തിയ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള എക്സാമില് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഷയത്തില് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വെയിറ്റേജ് 12 മാർക്സ് വരുന്നുണ്ട് ഔട്ട് ഓഫ് 40. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് എൻറ്റയർലി 40 ആണല്ലോ വെയിറ്റേജ് വരുന്നത്. അതിൽ 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും വന്നത് ഈ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പക്ഷെ കെയർലെസ് ആയിട്ട് നമുക്ക് തെറ്റുകൾ വളരെയധികം വരാനും ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളാണിത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി ഈസി. ഫൈൻഡ് ദ മീൻ ഓഫ് 20, 22, 28, 24. എന്താണ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് അല്ലേ? ഈ സമ്മ് കാണാനായിട്ട് എളുപ്പമാണ്. എത്രയാണ് നമുക്ക് വരിക? 20 + 22 + 28 + 24 is equal to 94 അല്ലേ വരുന്നത്? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ വാട്ട് ഈസ് ദ ആൻസർ? 23.5, which is given as option C. ആൻസർ ആയല്ലോ. Okay, now let's move to the next question. What is the question? If a random variable follows Poisson distribution, okay, ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. And P of 1 is equal to P of 0. അങ്ങനെയാണെങ്കിൽ mean of the distribution is എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്കൊരു റാൻഡം വേരിയബിൾ തന്നിട്ട് it follows a Poisson distribution എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? P of 1 is equal to P of 0. ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? മീൻ, which is lambda in case of Poisson distribution. ഇനി Poisson probability ഫോർമുല എന്തായിരുന്നു? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Poisson probability മാസ് ഫംഗ്ഷൻ എന്നും പറഞ്ഞിട്ട് probability of k is equal to e power minus lambda power k divided by k factorial. For k is equal to 0, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P of 0 is equal to e power minus lambda into lambda power 0 divided by 0 factorial. Then we will get lambda power 0 എന്ന് പറയുമ്പോൾ 1, ഇതും 1, so the result will be e power minus lambda അല്ലേ? ഇനി in case of k is equal to 1 എങ്ങനെയായിരിക്കും വരുന്നത്? P of 1 is equal to e power minus lambda into lambda power 1 divided by 1 factorial, which is equal to ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് e power minus lambda into lambda എന്നായിരിക്കും കിട്ടുക. സി, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് P of 1 is equal to P of 0 ആണെന്നുള്ളത്. അതായത് e power minus lambda into lambda is equal to e power minus lambda. ഇനി രണ്ട് സൈഡിലും e power minus lambda നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ is equal to 1 എന്ന് ആൻസർ കിട്ടും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1. ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വേരിയൻസ് ഓഫ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ with probability density function. PDF തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, f of x is equal to 1/3 such that 3 less than x less than 6. ഓക്കെ, അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേരിയൻസ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് കാണാനുള്ള ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം. അതായത് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് PDF ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് എങ്ങനെ എഴുതാം നമുക്ക്? f of x is equal to 1/3 such that 3 less than x less than 6. നമുക്ക് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വേരിയൻസ് ഓഫ് x is equal to നമുക്ക് എന്ത് പറയാം? വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഹോൾ സ്ക്വയർഡ്. ഇതിന്റെ ഫോർമുല പഠിക്കണം കേട്ടോ, വേരിയൻസ് കാണാനുള്ളത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലെ.
എന്നാലേ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Then 3 squared by 12, 9 by 12 is equal to 3 by 4. അത്രേ ഉള്ളൂ. ഓക്കെ, വേരിയൻസ് കാണാനുള്ള ഫോർമുല മറക്കാതെ പഠിച്ചു വെച്ചേക്കണം. The right option is option A, 3 by 4. Okay, now let's move to the next question. So here it is given expectation of x is equal to 5, then expectation of x plus 2 is very easy. Expectation property ഉണ്ട് നമുക്ക് അല്ലേ, അതായത് ലീനിയർ പ്രോപ്പർട്ടി, അതായത് expectation of x plus c ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ചെയ്യുകയാണെങ്കിൽ expectation of x എന്ത് വാല്യൂ ആണോ അത് പ്ലസ് ആ കോൺസ്റ്റന്റ് ചെയ്യുക. So in our case we have expectation of x is equal to 5 and we have to add expectation of x plus 2. So in that case I can write it as expectation of x is 5, then my constant 2. This results in value 7. So the answer is option A, 7. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. If mean and variance of a binomial distribution are 4 and 2, മീനും വേരിയൻസും തന്നിട്ടുണ്ട് respectively, then probability of failure is dash. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല ഉണ്ടല്ലോ നമുക്ക്, അതായത് ഒരു ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ആണ് കേട്ടോ, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് p. ആ കേസിൽ മീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n ഇൻറ്റു പി. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ട്രയൽസും p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും. ആൻഡ് ഇൻ കേസ് ഓഫ് വേരിയൻസ് we can write its formula as v of x is equal to npq അല്ലേ, where q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് q. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുനിന്ന് നമുക്ക് എഴുതാം. എൻ പി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 2. ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്. ഇനി നമ്മൾ വേരിയൻസ് ഇക്വേഷൻ മീൻ ഇക്വേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, ഓക്കെ, എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു 2 by 4 which is equal to 1 by 2. This is the, ഇതിനകത്ത് എൻ പി ക്യാൻസൽ ആയി പോയില്ലേ, അങ്ങനെ നമുക്ക് 1 by 2 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 by 2. Now let's move to the next question. Here we need to find the probability of getting 2 red balls from 4 red balls and 3 white balls. Wow, സൂപ്പർ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, 4 റെഡ് ബോൾ ഉണ്ട്, പിന്നെ 3 വൈറ്റ് ബോൾ ഉണ്ട്. നമുക്ക് എന്ത് കാണണം, പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 റെഡ് ബോൾസ് അല്ലേ. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് എത്രയാണ്, 7 ബോൾസ് ഉണ്ട് നമുക്ക്. അതിനകത്ത് 4 എണ്ണം റെഡും 3 എണ്ണം വൈറ്റും ആണ്. ഇതിനകത്തുനിന്ന് നമ്മൾ 2 ബോൾസ് എടുക്കാനുള്ള വഴികൾ എത്ര എണ്ണം ഉണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ടോട്ടൽ വേസ് ഇസ് ഈക്വൽ ടു 7 ഫാക്ടോറിയൽ ബൈ 2 factorial into 7 minus 2 factorial is equal to 7 into 6 by 2 is equal to 21. ഇനി favorable ways to choose 2 red balls എങ്ങനെയായിരിക്കും, നമുക്ക് 4 factorial by 2 factorial into 4 minus 2 factorial ചെയ്താൽ പോരെ. This is equal to 4 into 3 by 2 is equal to 6 അല്ലേ. ഇനി നോക്കിക്കേ, പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് 2 റെഡ് ബോൾസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇത് നമ്മുടെ ടോട്ടൽ വേസും അതുപോലെ തന്നെ ഇതെന്താണ് നമ്മുടെ ഫേവറബിൾ വേസും. സോ ടു കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ് നമുക്ക് എന്ത് പറയാം, ഫേവറബിൾ വേസ് divided by total ways, which is 6 by 21. This will result in what, 2 by
7. Okay, 2 by 7 നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിക്കോളൂ. ഓക്കെ, ഓപ്ഷൻ എ 2 by 7. ഓക്കെ, ഇതിൽ ഞാൻ ഫോർമുലാസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ബിക്കോസ് പ്രോബബിലിറ്റിന്റെ ചാപ്റ്ററിനകത്ത് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ് ഡു ചെക്ക് ദാറ്റ് വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താന്നുള്ളത്. ഇഫ് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ് തന്നിട്ടുണ്ട് വിത്ത് മീൻ 10 വേരിയൻസ് 4 then probability of x less than 10 equals what? Okay, we are given x follows a normal distribution with mean. Mean എന്ന് പറയുമ്പോൾ എന്താണ്? mu. Normal distribution ആണ് കേട്ടോ. This is equal to 10. Then variance sigma square അല്ലേ വരിക. This is equal to 4. This implies standard deviation which is sigma is equal to root of 4 which is 2. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 10 അല്ലേ? ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുവെച്ചാല് സ്റ്റാൻഡേർഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി z is equal to x minus mu divided by sigma. ഇനി എക്സ് 10 വെച്ചിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻ ദാറ്റ് കേസ് 10 minus 10 by 2. This is equal to 0 കിട്ടിയില്ലേ? So we need to find probability of z less than 0. Okay, ഇനി നോർമൽ ടേബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട് വെച്ചാല് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം പ്രോബബിലിറ്റി ഓഫ് ദിസ് z which is the standard normal variable ലെസ് ദാൻ 0 ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് 0.5 ആയിരിക്കും. ഓക്കെ, so the right answer is option B which is 0.5. Now moving to the next question. Value of correlation coefficient ranges between dash. Okay, നമുക്ക് ഒറ്റയടിക്ക് പറയാവുന്നതേ ഉള്ളൂ ആൻസർ. ആൻസർ ഇതാണ് ഓപ്ഷൻ എ -1 and 1. ഇത് എന്തായാലും ആൻസർ വരില്ല, ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് കോറിലേഷൻ ക്യാൻ ബി -2. കോറിലേഷൻ നെഗറ്റീവ് ആവാൻ വേണമെങ്കിൽ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി. അത് ഇൻകറക്റ്റ് ആണ്, കാരണം കോറിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി -2 and 2 അത് ഇൻകറക്റ്റ് ആവുന്നുണ്ട്. കാരണം എന്താണ്? ദ റേഞ്ച് ഈസ് നോട്ട് ബിയോണ്ട് -1 to 1. ഞാൻ കുറച്ചും കൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചാല് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈതർ ആർ അല്ലെങ്കിൽ റോ. ഓക്കെ, ഇതെന്താ ചെയ്യാച്ചാല് ഇറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. നേരത്തെ റേഞ്ച് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം റേഞ്ച് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഓൾവേസ് ബിറ്റ്വീൻ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിനകത്ത് r എന്ന് പറയുന്നത് -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി r is equal to 0 ആണെങ്കിൽ നോ കോറിലേഷൻ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് r is equal to 1 എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ എന്താണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിന് മാച്ച് ചെയ്യുന്നത്. ഇതൊരു പ്രോപ്പർട്ടി ആണ്, ഇത് പഠിച്ചു വെച്ചേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the joint probability density function of a 2-dimensional random variable is xy, is f of x is equal to 2, 0 less than x less than 1, then 0 less than y less than x, then the marginal density function of y is dash.
അപ്പോ എന്തൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്? ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 2-dimensional റാൻഡം വേരിയബിൾസ് ആണ്. സോ എക്സും വൈയും ആണ് കേട്ടോ അത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഈ 2-dimensional റാൻഡം വേരിയബിളിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x, y is equal to 2 such that 0 less than x less than 1 and 0 less than y less than x. അതല്ലേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y. മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് വൈ ഓഫ് y അല്ലേ? ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇന്റഗ്രൽ എക്സ് മിൻ ടു എക്സ് മാക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. നമുക്ക് തന്നിട്ടുള്ള റേഞ്ച് എന്താണ്? എക്സ് വാരീസ് ഫ്രം വൈ ടു 1, അതായത് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് വാരീസ് ഫ്രം വൈ ടു 1. അതുപോലെ തന്നെ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ലിമിറ്റ്സ് ഫോർ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ടു 1 ആയിരിക്കും അല്ലേ? ഇനി ഇന്റഗ്രൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ നമുക്ക്. അതായത് എഫ് വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y to 1. y to 1 ആണ് വാരി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ നമ്മള്. 2 dx. ഇനി ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ഇൻറ്റു എന്ത് വരും? 1 മൈനസ് വൈ അല്ലേ വരിക? 2 ഇൻറ്റു 1 മൈനസ് വൈ. യെസ്, എക്സാക്ട്ലി. 2 ഇൻറ്റു 1 മൈനസ് വൈ ഫോർ എന്ത് പറയാം? ഫോർ 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഓക്കെ, ഈ ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതിലാണ്? ബിയിലല്ലേ വരുന്നത്? 2 ഇൻറ്റു 1 മൈനസ് വൈ വേർ 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഓക്കെ, സോ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x1, x2, x3 up to xn are independently and identically distributed random variables, IID, independently and identically distributed random variables, okay, with variance a sigma square, then variance of x1 plus x2 plus up to xn divided by n equals dash. Okay, നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? x1, x2 up to xn എന്ന് പറയുന്നത് IID റാൻഡം വേരിയബിൾസ് ആണ് വിത്ത് വേരിയൻസ് സിഗ്മ സ്ക്വയർ. നമ്മുടെ ഗോൾ എന്താണ്? ഈ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? x1 plus x2 plus up to xn divided by n വെച്ചിട്ട്. ഇനി വേരിയൻസ് ഓഫ് ദ സം ഓഫ് IID റാൻഡം വേരിയബിൾസ്, അതായത് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വേരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര പ്ലസ് xn ഇസ് ഈക്വൽ ടു n സിഗ്മ സ്ക്വയർ. ഫോർമുലാസ് എല്ലാം നല്ല രീതിയിൽ പഠിക്കണേ. ഇനി എന്താ ചെയ്യേണ്ടത് നമ്മള്? ഇഫ് എ റാൻഡം വേരിയബിൾ x ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് c, ഇറ്റ്സ് വേരിയൻസ് സ്കെയിൽസ് ആസ് എങ്ങനെയാണ്? v ഓഫ്, ഇപ്പൊ കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ c സ്ക്വയർ v ഓഫ് എക്സ്. ഇതൊരു പ്രോപ്പർട്ടി ആണ്, ഇത് പഠിച്ചു വെക്കണം കേട്ടോ, നോട്ട് ചെയ്തിട്ട്. അതായത് ഇഫ് എ റാൻഡം വേരിയബിൾ എക്സ്, ഇതൊരു റാൻഡം വേരിയബിൾ ആണ്, ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് സി, അങ്ങനെയാണെങ്കിൽ അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് സി സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വേരിയൻസ് ഓഫ് ഇതല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വേരിയൻസ് ഓഫ് 1 by n into x1 plus x2 plus etc plus xn. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു റൂൾ അനുസരിച്ച് എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 by n സ്ക്വയർ v ഓഫ് x1 plus
x2 plus etc plus xn. അല്ലേ? So this is equal to 1 by n square. V of x1, x2 up to xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n into sigma square. So I'm putting this n into sigma square here. n ഉം cancel ആയി പോവും. So I'll get sigma square divided by n, which is option B. അല്ലേ? This is the right answer. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഈവൻസ്, അങ്ങനെയാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് എനിക്ക് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കണേ. നമ്മുടെ ചീറ്റ് ഷീറ്റിനകത്തൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം വൈൻഡിങ് അപ്പ് ദ പ്രോബബിലിറ്റി ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ ഹിയർ. എഡിന്റെ പേപ്പറിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആക്ച്വലി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു എന്ന് മാത്രം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഓരോ വിഷയത്തിനെ കുറിച്ചുള്ളത് എടുത്ത് നോക്കുക. അതിനകത്ത് ആൻസർ ഇല്ല എങ്കിൽ മാത്രം പ്ലീസ് ഡു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻഡ് ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് ദ ചാനൽ യെറ്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Signing off, your study partner Click. Stay focused on what really matters.